Hi, this is സിദ്ധാർത്ഥ വ്ളോഗ്. നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. നമ്മുടെ വിഷയം ഹൈജീൻ മാനേജ്മെൻറ്റ്, ഹൈജീൻ പ്രിൻസിപ്പിളാണ്. ഹൈജീൻ എന്നത് ഒരു ഗ്രീക്ക് വേർഡാണ്. അതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം പറയുകയാണെങ്കിൽ ശുചിത്വം. ശുചിത്വപൂർണമായ ജീവിതമാണ് നമുക്ക് മനുഷ്യന് വളരെ അത്യന്താപേക്ഷിതമാണ്. സുരക്ഷിത ജീവിതം എന്ന് പറയാം. ശുചിത്വ ജീവിതം, സുരക്ഷിത ജീവിതം. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് 200ഓളം രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വസിക്കുന്ന രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. 140-ലധികം കോടി ജനങ്ങൾ ജീവിക്കുന്നു. നമ്മളിന്നും ദാരിദ്ര്യമുക്തമായിട്ടില്ല. അപ്പം അതിൻ്റേതായ ഒരുപാട് അപാകതകൾ നമ്മുടെ നാടിനുണ്ട്. അതിലൊന്നാണ് ശുചിത്വം. ഒന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ശുചിത്വത്തിന് വേണ്ടി വളരെയധികം ക്യാമ്പയിൻ നടത്തപ്പെട്ടു. അതിലൊന്നായിരുന്നു കക്കൂസ് നിർമ്മാണം. വലിയ സിനിമാ സ്റ്റാറുകളൊക്കെ വെച്ചിട്ട് വലിയ പരസ്യങ്ങളൊക്കെ ചെയ്തു തന്നതാണ്. പലരും അതിനെ പരിഹസിക്കുകയുണ്ടായി. എന്നാൽ അതൊരു വലിയ വിപത്താണ്, അല്ലേ? ഒരു 50-60 വർഷങ്ങൾക്ക് മുൻപ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാടും അങ്ങനെ തന്നെയായിരുന്നു. നമ്മളൊക്കെ ജീവിച്ചു വന്ന സാഹചര്യങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. ഇന്ന് സ്ഥിതിയൊക്കെ കുറേയൊക്കെ മാറി. കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഏകദേശം 11 കോടിയോളം കക്കൂസുകൾ നിർമ്മിച്ചു കൊടുക്കും. ഇന്നിപ്പോൾ അതിലൊരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് കോവിഡ് വന്നപ്പോൾ ശുചിത്വത്തിൻ്റെ ഒരുപാട് ക്യാമ്പയിൻ അതെല്ലാവരും അനുസരിച്ചു. എല്ലാവർക്കും അതിനെപ്പറ്റി മനസ്സിലായി. ജനങ്ങളതിൽ ജാഗരൂകരാകുകയും ചെയ്യും, അല്ലേ? അപ്പോൾ ശുചിത്വത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനൊരു 3 തിരിക്കാം. ഒന്ന് പേഴ്സണൽ ഹൈജീൻ, വ്യക്തി ശുചിത്വം. 2 എൻവയറമെൻ്റൽ ശുചിത്വം, പരിസര ശുചിത്വം. 3 ഫുഡ് ഹൈജീൻ, ആഹാര ശുചിത്വം. അടുത്ത കാലത്തായി അതിലൊരെണ്ണം കൂടി ചേർക്കപ്പെട്ടു. അതാണ് കൊറോണ ശുചിത്വം. വ്യക്തി ശുചിത്വത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരം കാത്ത് സൂക്ഷിക്കേണ്ടത്, വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്, അല്ലേ? അപ്പോൾ അതിൽ വരുന്നത് എന്താണ്? 2 നേരം നന്നായി പല്ല് തേച്ച് ക്ലീൻ ചെയ്യുക, ആഹാരാവശിഷ്ടങ്ങളും അഴുക്കുകളെല്ലാം കഴുകി വൃത്തിയാക്കാം. അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മോണകളെ സംരക്ഷിക്കുക, പല്ലുകളെ സംരക്ഷിക്കുക. അടുത്തതായി വരുന്നത് ശരീരം കുളിക്കുന്നതാണ്. കുളി എന്ന് പറഞ്ഞാൽ സോപ്പ് ലിക്വിഡോ ഉപയോഗിച്ച്, സ്ക്രബുകളും ഉപയോഗിച്ച് കുളിക്കണം എന്നാണ് പറയുക. തല ഷാമ്പു കുളിക്കുക. ശരീരം പീച്ചിങ്ങ, അതേപോലെയുള്ള വാഗ, ഇതൊക്കെയാണ് നമ്മൾ പൂർവികർ ഉപയോഗിച്ചിരുന്നത്. ഇപ്പം നമുക്ക് ബാത്തിങ് സ്ക്രബുകൾ കിട്ടും. സോപ്പ് ലിക്വിഡോ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ബോഡി വാഷ് ചെയ്യും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ പഴയ സെല്ലുകൾ ഒഴിഞ്ഞു പോവുകയും പുതിയ സെല്ലുകൾ രൂപാന്തരപ്പെടുകയും ചെയ്യും. ഇത് നമ്മുടെ ശരീരത്തിൽ ചളി പോലെ രൂപാന്തരപ്പെടും. അതിനെയാണ് ഉരച്ച് കഴുകി വൃത്തിയാക്കണം എന്ന് പറയുന്നത്. ശരീരത്തിൽ ഓരോ രോമകൂപങ്ങളും ശ്വസിക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ കാത്ത് സൂക്ഷിക്കേണ്ടത്. അതിനാണത് ഉരച്ച് കഴുകി വൃത്തിയാക്കണം എന്ന് പറയുന്നത്. മറ്റൊന്ന്, നമ്മുടെ ശരീരത്തിൽ നിന്നും അഴുക്കും അതേപോലെ തന്നെ രോഗാണുക്കളും വഴുതിപ്പോവാനായിട്ട് സഹായിക്കും. സോപ്പ് ലിക്വിഡ് കൈ കഴുകുക. സോപ്പ് ലിക്വിഡ് ഉപയോഗിച്ച് കൈ കഴുകുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മളുടെ ഹൈജീൻ മാനേജ്മെൻറ്റിൽ ഉണ്ടായിരുന്നത് രോഗാണുക്കൾ വഴുതിപ്പോവും, അഴുക്കളും. എന്നാൽ കൊറോണ വന്നപ്പോൾ
സോപ്പോ ഉപയോഗിച്ച് കൈ കഴുകിയാൽ ആ വൈറസുകൾ നശിക്കുമെന്നതാണ്. നമ്മൾ കുളിക്കുന്ന സമയത്ത് മൂക്ക്, ചെവി, അതേപോലെ തന്നെ മുഖം, നമ്മുടെ മുടി, സ്വകാര്യ ഭാഗങ്ങൾ എല്ലാം നന്നായി കഴുകി വൃത്തിയാക്കുക. അതേപോലെ തന്നെ ഓരോ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ കഴുകി ഉണക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന അടിവസ്ത്രങ്ങൾ ഒരു ദിവസം ഉപയോഗിച്ചത് മറ്റൊരു ദിവസം ഉപയോഗിക്കാതിരിക്കുക. വളരെ ക്ലീനായി വാഷ് ചെയ്യുന്ന സമയത്ത് ഒരു ടീസ്പൂൺ ഡെറ്റോൾ ഒഴിച്ച് ക്ലീൻ ചെയ്ത് വേണം നമ്മൾ അതിനെ കഴുകി ഉണക്കിയെടുക്കാൻ. അപ്പോൾ എല്ലാ ദിവസവും നല്ല വസ്ത്രങ്ങൾ, എല്ലാ ദിവസവും ഇന്നർവെയറുകൾ, അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ രോഗാണുക്കളെല്ലാം തന്നെ അഴുക്കുകൾ നമ്മൾക്കത് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന റൂം, കിടക്കുന്ന കിടക്ക, ഇതെല്ലാം തന്നെ വൃത്തിയുള്ളതാക്കി തീർക്കുക. എല്ലാ 2 ദിവസം കൂടുമ്പോഴും അത് നന്നായി കഴുകി വൃത്തിയാക്കുക. ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം റൂമിൻ്റെ അടുത്ത് മാറ്റുക. വെറുതെ അനാവശ്യമായി പൊടിപടലങ്ങളെല്ലാം പിടിച്ച് അഴുക്ക് പിടിച്ചിരിക്കുന്ന വസ്തുക്കൾ, അഴുക്ക് പിടിക്കാനുള്ള സാഹചര്യമുണ്ടാകുന്ന വസ്തുക്കൾ എല്ലാം എടുത്ത് മാറ്റി ശുചിത്വമാക്കുക. അതേപോലെ തന്നെ നമ്മുടെ റൂമിലെ എയർ ഹോളുകൾ, അതെല്ലാം ഇപ്പോൾ നെറ്റ് റെഡിമെയ്ഡ് നെറ്റ് തന്നെ ഇപ്പോൾ വരുന്നുണ്ട് ഹാർഡ്വെയർ ഷോപ്പിൽ, നീളവും വീതിയെല്ലാം അനുസരിച്ച്. അതല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇരുമ്പ് നെറ്റ് തന്നെ കിട്ടും, കൊതുക് പോലും വരാത്ത ടൈപ്പുള്ള നെറ്റുകൾ. അതിൻ്റെ നീളവും വീതിയും നോക്കിയാൽ വീതി ഇരട്ടി വീതിയിൽ കട്ട് ചെയ്ത് പകുതി പൈപ്പ് കട്ട് ചെയ്ത രീതിയിൽ ഇങ്ങനെ മടക്കി അതിലേക്ക് വെച്ചാൽ ഒരു ജനവാതിലിന് നെറ്റ് കെട്ടി അത് തുറന്നില്ല. അപ്പോൾ എന്താ, ശുദ്ധമായ വായു വരും. പാറ്റ, പല്ലി, മറ്റ് കൊതുകുകൾ, പ്രാണികൾ, ഈവൻ ഇഴജന്തുക്കൾ പോലും വരാതെ സംരക്ഷിക്കാൻ പറ്റും. നിങ്ങളുടെ റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണെങ്കിൽ എല്ലാ ദിവസവും വളരെയധികം കെയർ കൊടുക്കേണ്ട ഒരു സ്ഥലമാണ് ബാത്ത്. കാരണം നിങ്ങൾ മലമൂത്ര വിസർജനം നടത്തുന്ന WC അടക്കം എല്ലാ ദിവസവും കഴുകി വൃത്തിയാക്കണം. അതേപോലെ തന്നെ ഒരു എക്സോസ്റ്റ് ഫാൻ, അത് ഷട്ടറുള്ള ടൈപ്പ് കിട്ടും. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഷട്ടർ തുറക്കും, ഓഫാക്കി കഴിഞ്ഞാൽ ഷട്ടർ അടഞ്ഞിരിക്കും. അപ്പോൾ അതിലൂടെ പാറ്റ, പല്ലി, മറ്റ് സാധനങ്ങളൊന്നും വരാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. മാത്രമല്ല, ഇപ്പോൾ രാത്രി കാലങ്ങളിൽ ചൂടാണെങ്കിൽ ഈ നെറ്റടിച്ച് ജനവാതിൽ കുറച്ച് തുറന്നിട്ട് ഈ എക്സോസ്റ്റ് ഫാൻ ഇടുകയാണെങ്കിൽ ഫ്രഷ് എയർ നമ്മുടെ റൂമിൽ കൂടി പാസ് ചെയ്ത് പോകും. അപ്പോൾ വ്യക്തി ശുചിത്വത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കുളി. ശരീരം കുളിച്ച് വൃത്തിയാക്കുക, ഡ്രസ്സുകൾ കഴുകി വൃത്തിയാക്കുക, സോപ്പ് ഉപയോഗിച്ചിട്ട് കൈ കഴുകുക. കൈ കഴുകാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഴുക്കുകളും അതേപോലെ തന്നെ നമ്മളുടെ കയ്യിൽ പിടിച്ചിട്ടുള്ള ഈ വൈറസുകളോ ബാക്ടീരിയകളോ ഉണ്ടെങ്കിൽ അതെല്ലാം വഴുതിപ്പോവാൻ സഹായിക്കും. നമ്മുടെ നഖങ്ങളെല്ലാം ആഴ്ചയിൽ വെട്ടി വൃത്തിയാക്കും. കാരണം അതിനകത്ത് അഴുക്കിരിക്കും, അതിനകത്ത് തന്നെ ബാക്ടീരിയകളും എല്ലാം പതിഞ്ഞിരിക്കാനുള്ള സാഹചര്യമുണ്ടായി. അപ്പോൾ ശുചിത്വപൂർണമായുള്ളൊരു ജീവിതമാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യമെന്ന് പറയുന്നത്. ദൈനംദിന ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് ഈ വ്യക്തി ശുചിത്വം. ചെറിയ ചെറിയ എപ്പിസോഡുകളായിട്ട് അവതരിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു വലിയ എപ്പിസോഡാണെങ്കിൽ ആർക്കത് കാണാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല.
അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. ഇതൊരു തുടക്കമാണ്. അടുത്ത എപ്പിസോഡ് നമ്മൾ ഒരു പുതിയ വിഷയവുമായിട്ട് വരും. നന്ദി, നമസ്കാരം.